അമേരിക്കൻ നാവികസേനയുടെ അതിശക്തമായ വിമാനവാഹിനി കപ്പലുകളിൽ ഒന്നായ USS അബ്രഹാം ലിങ്കണിലെ സൈനികർ അതിരൂക്ഷമായ മാനസികാരോഗ്യ പ്രതിസന്ധിയെയും കടുത്ത മാനസിക സമ്മർദ്ദത്തെയും നേരിടുകയാണെന്ന ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നത്. ഇറാനെതിരെയുള്ള അമേരിക്കയുടെ വിപുലമായ സൈനിക നീക്കങ്ങളുടെ ഭാഗമായി കടലിൽ തുടരുന്ന ദീർഘകാല ദൗത്യമാണ് 5000-ഓളം വരുന്ന സൈനികരുടെയും നാവികരുടെയും ജീവിതം ദുസ്സഹമാക്കിയത്. തുടർച്ചയായ ദൗത്യങ്ങളും കടുത്ത ജോലിഭാരവും കാരണം കപ്പലിലെ ഉദ്യോഗസ്ഥർ വലിയ മാനസിക തകർച്ചയിലൂടെയാണ് കടന്നു പോകുന്നത്. അന്താരാഷ്ട്ര മാധ്യമങ്ങളായ നേവി ടൈംസ്, സ്റ്റാൻഡ് ആൻഡ് സ്ട്രൈപ്സ് എന്നിവ പുറത്തുവിട്ട റിപ്പോർട്ടുകൾ പ്രകാരം കപ്പലിൽ നിന്ന് കടലിലേക്ക് ചാടി ജീവനൊടുക്കാൻ ശ്രമിച്ച പല സൈനികരെയും സഹപ്രവർത്തകർ തടയുകയായിരുന്നു. സൈനികരുടെ കുടുംബാംഗങ്ങളും കപ്പലിലെ സാഹചര്യം ഗുരുതരമാണെന്ന് സാക്ഷ്യപ്പെടുത്തുന്നു. ശാരീരികവും മാനസികവുമായ അമിത ക്ഷീണവും പ്രതികൂല സാഹചര്യങ്ങളും ഉദ്യോഗസ്ഥരിൽ കടുത്ത ഉത്കണ്ഠയ്ക്കും വിഷാദത്തിനും കാരണമായിട്ടുണ്ട്. തുടർച്ചയായി ഏകദേശം 250 ദിവസത്തിലധികമായി ഈ വിമാനവാഹിനി കപ്പൽ കടലിൽ തന്നെ തുടരുകയാണ്. മാസങ്ങളോളം നീളുന്ന ഇത്തരമൊരു ദൗത്യം സൈനികരിൽ ഉണ്ടാക്കുന്ന മാനസിക സമ്മർദ്ദം വാക്കുകൾക്ക് അതീതമാണ്. കരയിലിറങ്ങാനോ കുടുംബാംഗങ്ങളുമായി ആശയവിനിമയം നടത്താനോ ആവശ്യത്തിന് സമയം ലഭിക്കാത്തത് ഇവരുടെ ഉത്കണ്ഠ ഇരട്ടിയാക്കുന്നു. മാനസിക സമ്മർദ്ദത്തിന് പുറമെ കപ്പലിലെ അടിസ്ഥാന സൗകര്യങ്ങളുടെ തകർച്ചയും വലിയ പ്രതിസന്ധിയായി മാറിക്കഴിഞ്ഞു. ജീവനക്കാർക്ക് ആവശ്യമായ കുടിവെള്ളത്തിന്റെയും ഭക്ഷണത്തിന്റെയും ക്ഷാമം, മോശം ശുചിത്വ സാഹചര്യം, തകരാറിലായ ടോയ്ലറ്റുകളും എയർ കണ്ടീഷണറുകളും എന്നിവ സൈനികരുടെ നിത്യജീവിതം നരകതുല്യമാക്കിയിരിക്കുകയാണ്. അത്യാവശ്യ സൗകര്യങ്ങൾ പോലും ലഭിക്കാതെയാണ് സൈനികർ അതിർത്തിയിൽ കാവൽ നിൽക്കുന്നത്. ഇറാന്റെ ഭാഗത്തു നിന്നുള്ള ഭീഷണികളെ ചെറുക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് വാഷിംഗ്ടൺ ഈ കപ്പലിനെ മധ്യപൂർവേഷ്യൻ മേഖലയിൽ വിന്യസിച്ചിരിക്കുന്നത്. എന്നാൽ ഈ ദീർഘകാല വിന്യാസത്തിന്റെ യഥാർത്ഥ വില നൽകേണ്ടി വരുന്നത് അതിലെ സാധാരണക്കാരായ സൈനികരാണ്. പോരാട്ട വീരത്തെക്കാൾ ഉപരി അവരെ തളർത്തുന്നത് കൂടെയുള്ളവരുടെ മാനസികാവസ്ഥയും അടിസ്ഥാന ആവശ്യങ്ങളുടെ അഭാവവുമാണ്. സൈനികരുടെ കുടുംബങ്ങൾ ഇപ്പോൾ പരസ്യമായി രംഗത്തെത്തി ഭരണകൂടത്തിനെതിരെ പ്രതിഷേധമുയർത്തുന്നുണ്ട്. തങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ സുരക്ഷയെക്കുറിച്ചും ജീവനെക്കുറിച്ചും ഓർത്ത് അവർ കടുത്ത ഭയത്തിലാണ്. ആവശ്യത്തിന് വിശ്രമമില്ലാതെയും മാനസികാരോഗ്യ പിന്തുണ ലഭിക്കാതെയും ഇവരെ തുടർച്ചയായി സേവനത്തിൽ നിർത്തുന്നത് വലിയ ദുരന്തത്തിലേക്ക് നയിക്കുമെന്ന് കുടുംബങ്ങൾ മുന്നറിയിപ്പ് നൽകുന്നു. ഈ വിഷയം ഇപ്പോൾ അമേരിക്കൻ കോൺഗ്രസിലും ശക്തമായ ചർച്ചയായി മാറിക്കഴിഞ്ഞു. ജനപ്രതിനിധികളും സെനറ്റർമാരും വിഷയം ഗൗരവമായി എടുക്കുകയും പെന്റഗണിനോടും നാവികസേനാ നേതൃത്വത്തോടും മറുപടി ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. തങ്ങളുടെ സൈനികരുടെ ക്ഷേമം ഉറപ്പിക്കുന്നതിൽ വീഴ്ച വരുത്തിയതിനെതിരെ കടുത്ത വിമർശനമാണ് ഭരണകൂടത്തിന് നേരെ ഉയരുന്നത്. നാവികസേനാ നേതൃത്വം ഈ വിഷയത്തിൽ അന്വേഷണങ്ങൾ പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിലും പ്രശ്നത്തിന് ഉടനടി പരിഹാരം കാണാൻ സാധിച്ചിട്ടില്ല. കൂടുതൽ മാനസികാരോഗ്യ വിദഗ്ധരെ കപ്പലിലേക്ക് അയക്കുമെന്നും സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുമെന്നും അധികൃതർ അവകാശപ്പെടുന്നുണ്ടെങ്കിലും ദൗത്യം അവസാനിപ്പിച്ച് കപ്പൽ തിരികെ വിളിക്കാതെ ഈ പ്രശ്നത്തിന് ശാശ്വത പരിഹാരമാകില്ലെന്നാണ് വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നത്. യുദ്ധരംഗത്ത് സദാ സജ്ജരായിരിക്കുക എന്ന മാനസിക സമ്മർദ്ദവും അതിനോടൊപ്പം കപ്പലിലെ മോശം സാഹചര്യങ്ങളും ചേർന്നുണ്ടാക്കുന്ന ഈ അന്തരീക്ഷം PTSD പോലുള്ള ഗുരുതരമായ രോഗങ്ങളിലേക്ക് സൈനികരെ നയിക്കുന്നുണ്ട്. സൈനികരുടെ ജീവൻ രക്ഷിക്കാൻ ഉടനടി അടിയന്തര നടപടികൾ ആവശ്യമാണെന്ന് വിവിധ കോണുകളിൽ നിന്ന് ആവശ്യം ഉയർന്നു കഴിഞ്ഞു. അമേരിക്കയുടെ സൈനിക നയങ്ങളുടെയും മധ്യപൂർവേഷ്യൻ ഇടപെടലുകളുടെയും ആഘാതം എത്രത്തോളം വലുതാണെന്ന് ഈ സംഭവം വ്യക്തമാക്കുന്നുണ്ട്. സമാധാനപരമായ അന്തരീക്ഷം പുനഃസ്ഥാപിക്കാനായി നടത്തുന്ന യുദ്ധസമാനമായ നീക്കങ്ങൾ സ്വന്തം സൈനികരുടെ ജീവിതം തകർത്തു കളയുന്ന അവസ്ഥയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. രാജ്യത്തിനു വേണ്ടി ജീവൻ പണയം വെച്ച് സേവനമനുഷ്ഠിക്കുന്ന സൈനികർക്ക് ആവശ്യമായ മാനുഷിക പരിഗണന ലഭിക്കുന്നില്ലെന്ന യാഥാർത്ഥ്യം അമേരിക്കൻ നാവികസേനയുടെ പ്രതിച്ഛായയ്ക്ക് വലിയ മങ്ങലേൽപ്പിച്ചിട്ടുണ്ട്. ഒരു വശത്ത് ഇറാനെതിരെയുള്ള നയതന്ത്ര പോരാട്ടങ്ങളും മറുവശത്ത് സ്വന്തം സൈനികരുടെ മാനസികാരോഗ്യ പ്രതിസന്ധിയും പരിഹരിക്കേണ്ട വലിയ ഉത്തരവാദിത്തമാണ് ഇപ്പോൾ പെന്റഗണിന് മുന്നിലുള്ളത്. ഈ പ്രതിസന്ധി US നാവികസേനയിലെ സൈനികരുടെ റിക്രൂട്ട്മെന്റിനെയും ഭാവിയിലെ പ്രവർത്തനങ്ങളെയും പ്രതികൂലമായി ബാധിച്ചേക്കാം. കപ്പലിലെ ദയനീയ സാഹചര്യം പുറത്തു വന്നതോടെ കൂടുതൽ യുവാക്കൾ സേനയിലേക്ക് വരാൻ മടിക്കുന്ന സാഹചര്യവും സംജാതമായേക്കാം. അമേരിക്കൻ ഭരണകൂടവും നാവികസേനയും ഈ വിഷയത്തെ ഒരു അടിയന്തര സാഹചര്യമായി കണ്ട് സൈനികർക്ക് ആവശ്യമായ വിശ്രമവും മാനസികാരോഗ്യ പരിചരണവും ഉറപ്പാക്കേണ്ടതുണ്ട്.
എത്രയും വേഗം USS എബ്രഹാം ലിങ്കണിലെ ജീവനക്കാരെ തിരികെ എത്തിച്ച് പകരം ക്രമീകരണങ്ങൾ നടത്തുക എന്നതാണ് ഇതിനുള്ള ഏക വഴി. അന്താരാഷ്ട്ര തലത്തിൽ തങ്ങളുടെ സൈനിക ശക്തി പ്രദർശിപ്പിക്കുമ്പോൾ അതിനു പിന്നിൽ പ്രവർത്തിക്കുന്ന മനുഷ്യരുടെ ക്ഷേമം മറന്നു പോകരുതെന്ന വലിയൊരു പാഠമാണ് ഈ സംഭവം ലോകത്തിന് നൽകുന്നത്. ഈ വിഷയം എങ്ങനെ പരിഹരിക്കപ്പെടുമെന്ന് ഉറ്റുനോക്കുകയാണ് ലോകമൊട്ടാകെയുള്ള സൈനിക നിരീക്ഷകരും കുടുംബങ്ങളും. ഇറാനെതിരായ അമേരിക്കൻ തന്ത്രങ്ങൾക്ക് വലിയ തിരിച്ചടിയാണ് സ്വന്തം യുദ്ധക്കപ്പലിൽ നിന്നുയരുന്ന ഈ മാനസികാരോഗ്യ പ്രതിസന്ധി. നാവികരുടെ ജീവൻ സംരക്ഷിക്കുന്നതിനും സൈന്യത്തിന്റെ കാര്യക്ഷമത നിലനിർത്തുന്നതിനും വാഷിംഗ്ടൺ അടിയന്തരമായി തീരുമാനങ്ങൾ എടുക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു.